പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചി ഉൾപ്പെടുന്ന ജില്ല, നഗര വോട്ടർമാർ ഏറ്റവും അധികമുള്ള ജില്ല, UDFന്റെ ഉറച്ച കോട്ടയെന്ന് വിലയിരുത്തുന്ന ജില്ല. ഇത്തവണ എറണാകുളത്തിന്റെ വിധി കേരളത്തിന്റെ വിധിയിൽ നിർണായകമാകും. അപ്പോൾ രജേഷ് വീരേന്ദ്ര, നോക്കാം എറണാകുളം എങ്ങോട്ട്. ലക്ഷ്മി, നമുക്ക് എറണാകുളത്തെ വിശദമായി നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം സംസ്ഥാനത്ത് നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്തുള്ള ഒരു ജില്ലയാണ്. കാരണം നമുക്കറിയാം, തിരുവനന്തപുരം പോലെ തന്നെ 14 മണ്ഡലങ്ങൾ ഉള്ള ജില്ലയാണ്. ആ അർത്ഥത്തിൽ വലിയ ജില്ല, വലിയ തരത്തിൽ ഒരു ഭരണത്തിൽ നിർണായകമാകാൻ പറ്റുന്ന ഒരു ജില്ല. തീർച്ചയായും ആ ഗ്രാഫ് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ 9 സീറ്റാണ് UDFനുള്ളത്, 5 സീറ്റ് LDFനുണ്ട്. ആ 5 സീറ്റ് 9 എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് UDFന് വലിയ മുൻതൂക്കം ഉണ്ട് എന്ന തരത്തിൽ തന്നെ നമ്മൾ പറയും. പക്ഷേ ഈ LDFന്റെ 5 എന്ന് പറയുന്നത് അവരുടെ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് പോലെയാണ്. കാരണം അവർക്ക് 5 കിട്ടുക, എറണാകുളം പോലെ UDFന്റെ കോട്ടയായ സ്ഥലത്ത് 5 കിട്ടുക എന്ന് പറയുന്നത് സത്യത്തിൽ ഭരണത്തിലേറാൻ പറ്റിയ ഒരു നമ്പറാണ്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ തവണയും 2016-ലും ആ ഗ്രാഫിൽ തന്നെ കാണാം, ഇതേ നിലയായിരുന്നു 9-5. പക്ഷേ മണ്ഡലം ഒന്ന് അല്പം മാറിയെന്ന് മാത്രം. അന്ന് നമുക്ക് തൃപ്പൂണിത്തുറയായിരുന്നു കയ്യിലുണ്ടായിരുന്നത്, സ്വരാജിന്റെ തൃപ്പൂണിത്തുറ. ഇത്തവണ അത് കളമശ്ശേരിയായി മാറി എന്നത് മാത്രമാണ്. മറ്റ് മണ്ഡലങ്ങളൊക്കെ ആ അർത്ഥത്തിൽ തന്നെ ഉണ്ട്. ആ നമ്പർ 9-5 എന്ന നമ്പർ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പറായി. ഈ നമ്പറിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. അതെ, നമുക്ക് തൊട്ട് മുന്നിലുള്ള 2011-ലെ നമ്പറും അവിടെ കാണാം, 11-3. ആ അർത്ഥത്തിലൊക്കെയാണ് സാധാരണഗതിയിൽ ഈ ജില്ല പിന്നീട് 9-5 മാറി. ഈ തരത്തിൽ തന്നെ പോവുകയാണ് എങ്കിൽ അത് ലെഫ്റ്റിന് ഒരു എഡ്ജാണ്. പക്ഷേ UDF എന്തായാലും കണക്ക് കൂട്ടുന്നത് ഈ അർത്ഥത്തിലല്ല. UDF പൂർണ്ണമായും തന്നെ തൂത്തുവാരണം എന്ന നിലയിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഓരോ മണ്ഡലങ്ങളും വിശദമായി തന്നെ പരിശോധിച്ചു. അതിവേഗം തന്നെ അതിന്റെ ഓരോ മണ്ഡലങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഈ 14 മണ്ഡലങ്ങളിലും പരിശോധിക്കുമ്പോൾ ആദ്യം നമുക്ക് പെരുമ്പാവൂരിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച തുടങ്ങിയപ്പോൾ ഏറ്റവും വലിയ ചർച്ച തുടങ്ങിയത് പെരുമ്പാവൂരിൽ നിന്നായിരുന്നല്ലോ. എന്തായാലും വിജയം എൽദോസ് കുന്നപ്പള്ളി ജയിച്ച ഒരു മണ്ഡലം 2899 വോട്ടിനാണ്. ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വട്ടം പെരുമ്പാവൂര്. ഈ നമ്മുടെ ഇദ്ദേഹം പിടിക്കുന്ന സമയത്ത്, കുന്നപ്പള്ളി പിടിക്കുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മനോജ് മൂത്തേടനാണ് ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ബേസിൽ പോൾ കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി, ഒപ്പം ജിബി പാത്തിക്കലാണ് 2020-ക്കാണ് അവിടെ സീറ്റ് കൊടുത്തിരിക്കുന്നത് NDA. മനോജ് മൂത്തേടൻ നമുക്കറിയാം, ഈ അവസാന നിമിഷം വരെ എൽദോസ് കുന്നപ്പള്ളി ആയിരിക്കുമോ അല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ മനോജ് മൂത്തേടൻ വരുന്നു. കത്തോലിക്കയുടെ അവരുടെ നല്ല സ്വാധീനമുണ്ട്, കത്തോലിക്ക സഭയുടെ വളരെ സ്ഥലമാണ്. പ്രത്യേകിച്ച് എൽദോസ് പോയപ്പോൾ യാക്കോബായ സഭയൊക്കെ അല്പം പ്രശ്നം ഉണ്ടാക്കുക ചെയ്തു. മാത്രമല്ല, ഈ കത്തോലിക്ക സഭയ്ക്ക് ഒരു പ്രശ്നമാണ്. ഇപ്പൊ യാക്കോബായ സഭയ്ക്ക് കൂടുതൽ സീറ്റുകൾ കൊടുക്കുന്നു, അവരുടെ ആളുകൾ വരുന്നു. അങ്ങനെയല്ല, ഞങ്ങൾക്ക് 2 ആളുകൾ. എൽദോസ് പോയതോടെ ആ പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥയാണ് ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൽദോസ് പോകുമ്പോഴുള്ള പ്രശ്നം ഈ സാധാരണ കോൺഗ്രസിൽ കാണുന്നത്, ഒരു മണ്ഡലം കിട്ടിയാൽ പിന്നീട് ആ ആൾ മാറുന്നത് വരെ ആ മണ്ഡലം പോകുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എൽദോസ് ഇത്തവണ കുറേ മണ്ഡലങ്ങളിൽ ആ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായും അത് അപ്പോഴും പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് കൊടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ഒരു രീതി. എന്തായാലും എൽദോസ് തുടക്കത്തിൽ കാണാൻ പോലും കൂട്ടാക്കിയില്ല, മനോജ് മൂത്തേടനെ കാണാൻ കൂട്ടാക്കിയില്ല. പക്ഷെ പിന്നീട് മണ്ഡലത്തിൽ സജീവമായി എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. വലിയ തരത്തിൽ പാർട്ടിക്ക് അനുകൂലമായി തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ കോൺഗ്രസിന്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമൊക്കെ നിന്നപ്പം പട്ടിക വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മട്ടക്കങ്ങ് മാറും, പിന്നീട് അത് ആരും സംസാരിക്കാറ് പോകും. തെരഞ്ഞെടുപ്പിൽ വീണ്ടും അത്തരത്തിലൊരു എന്തായാലും സീറ്റില്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരു തർക്കത്തിൽ പോയാൽ ഒരു കാര്യവുമില്ല. കാരണം ഭരണത്തിൽ വന്നാൽ മാത്രമാണ് പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വോയിസ് ഉള്ളത്. നമ്മൾ അത് പൊതുവെ രാഷ്ട്രീയക്കാർ അത് പുലർത്തുക എന്നത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതാണ് പെരുമ്പാവൂർ മണ്ഡലത്തിന്റെ നിലവിൽ ഒരു എഡ്ജ് ഉള്ളത് മനോജ് മൂത്തേടനാണെന്ന് തോന്നുന്നു മണ്ഡലത്തിൽ. പക്ഷേ നമ്മൾ അവിടെയും ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കേണ്ടത് ആ ഭൂരിപക്ഷം തന്നെയാണ്. 2899 വോട്ടിന് മാത്രം എൽദോസ് കുന്നപ്പള്ളി ജയിച്ച ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഏത് തരത്തിലും മാറാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. പെരുമ്പാവൂരിനെ അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല. മുൻപ് പെരുമ്പാവൂർ സ്ഥിരമായി തന്നെ ഇടതുപക്ഷവും ജയിച്ച സ്ഥലമാണ്. അതുകൊണ്ട് 3 തവണയൊക്കെ തുടർച്ചയായി സാജു പോൾ ജയിച്ച സ്ഥലമാണ്. ഞാൻ അങ്കമാലി പിടിക്കട്ടെ. തീർച്ചയായും അങ്കമാലി. അപ്പം പെരുമ്പാവൂർ കഴിഞ്ഞ് നമ്മൾ അടുത്ത മണ്ഡലത്തിലേക്ക്, എറണാകുളം ജില്ലയിലെ 2ാമത്തെ മണ്ഡലം അങ്കമാലിയിലേക്ക് പോകുന്നു. അങ്കമാലിയിൽ സിറ്റിംഗ് MLA റോജിം ജോൺ തന്നെയാണ് ഇത്തവണയും മത്സരത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഒപ്പം സാജു പോളാണ് CPIM-ന് വേണ്ടി. പ്രോമി കുര്യാക്കോസ് ആണ് 2020. പ്രോമി കുര്യാക്കോസ് സിനിമ സീരിയൽ രംഗത്തൊക്കെ
ഉൾപ്പെടെയുള്ള റിയാലിറ്റി ഷോ താരമൊക്കെയാണ് പ്രോമി കുര്യാക്കോസ്. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയാകാം എന്നൊക്കെ തീരുമാനിച്ചാൽ ഇപ്പോൾ സാധ്യതയുണ്ട്. ആ അർത്ഥത്തിലാണ് നമ്മുടെ രാഷ്ട്രീയം മാറുന്നത് എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായി. റോജി എം ജോണിന്റെ ഭൂരിപക്ഷം തന്നെയാണ് ഏറ്റവും പ്രധാനം. 15,929 എന്ന വലിയൊരു ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചു കയറിയത്. നിയമസഭയിൽ UDF-ന്റെ യുവ നേതാക്കളിൽ പ്രമുഖനാണ്. മാത്രമല്ല സഭയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് റോജിക്ക്. ഒപ്പം UDF-ലെ വിവിധ പ്രശ്നങ്ങളിൽ അന്വേഷണ സമിതിയിൽ പോലും അംഗമാകുന്ന രീതിയിൽ സ്വീകാര്യനായ നേതാവാണ് അദ്ദേഹം. അത് ചെറിയ കാര്യവുമല്ല, കാരണം പലപ്പോഴും മുതിർന്ന നേതാക്കളെയൊക്കെയാണല്ലോ പല പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി വിടുകയൊക്കെ ചെയ്യാം. പക്ഷെ റോജി ഇപ്പോൾ ആ തലത്തിൽ ഒരു ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ഇടപെടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ദേശീയ നേതൃത്വവുമായി തന്നെ നേരിട്ട് കണക്ഷൻ ഉള്ള ഒരു നേതാവാണ്. ഇവിടെ മത്സരം ശ്രദ്ധേയമാകുന്നത് സാജു പോൾ വരുന്നത് കൊണ്ടാണ്. കാരണം നമുക്കറിയാം, പെരുമ്പാവൂരിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുടർച്ചയായി 3 തവണ ജയിച്ച ഒരു ആളാണ്. എറണാകുളം പോലെ ഒരു ജില്ലയിൽ വലത് കോട്ട എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സ്ഥലത്ത് CPM-ന് വേണ്ടി മത്സരിക്കുക, തുടർച്ചയായി 3 തവണ ജയിക്കുക എന്നത് പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും അതിനോട് അടുപ്പിച്ചുള്ള പെരുമ്പാവൂരുമായി വളരെ അടുത്ത നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ സാജു പോൾ വരുന്നത് ആ മണ്ഡലത്തിൽ ഒരു വലിയ ഫൈറ്റ്. പക്ഷേ ഈ മണ്ഡലത്തിലേക്ക് വരുന്നതിന് മുൻപ് പലപ്പോഴും പറഞ്ഞത് ഈ മണ്ഡലം ഒന്ന് മാറ്റിയിരുന്നു എങ്കിൽ, അതായത് അങ്കമാലി കൊടുത്ത് ഈ പെരുമ്പാവൂർ വാങ്ങിയിരുന്നു എങ്കിൽ ഒരുപക്ഷെ CPM കുറച്ചുകൂടി പ്രതീക്ഷ പെരുമ്പാവൂരിന് വച്ചേനെ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിസ്സാരമായ വോട്ട് അവിടെ സാജു പോൾ വരുന്നു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എഡ്ജ് കിട്ടിയേനെ. പക്ഷേ ഇവിടെ റോജി എം ജോണിന് നമുക്ക് പറയാൻ ഒരു നെഗറ്റീവ് ഒന്നും നിലവിൽ ഇല്ലാത്ത ഒരു നേതാവാണ്. അർത്ഥത്തിൽ ഒരു യുവ നേതാവ്. മണ്ഡലത്തിലെ മത്സരം പ്രധാനമായി റോജി എം ജോണും ഒരു തർക്കവുമില്ല. പ്രോമി കുര്യാക്കോസ് എന്തായാലും എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് നമ്മൾ ഇനി കാത്തിരുന്ന് അറിയേണ്ട ഒന്ന് തന്നെയാണ്. കുടുംബ പ്രേക്ഷകരൊക്കെ ഉള്ളതാണല്ലോ. അപ്പം ഏതെങ്കിലും തരത്തിൽ വോട്ട് പിടിക്കോ എന്നുള്ളത് നമുക്കിനി കാത്തിരുന്നറിയാം. അങ്ങനെ മൂന്നാമത്തെ മണ്ഡലത്തിലേക്ക് പോകാം. പ്രോമി കുറച്ചധികം വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് ഒരു ചരിത്രം. രണ്ട് ശക്തർ മത്സരിക്കുമ്പോൾ ചെറിയ വോട്ടിനാണ് അതെങ്കിൽ ആ വോട്ടിന് കൂടി പ്രാധാന്യമുണ്ട് എന്ന് മാത്രം. ആലുവ നമുക്കറിയാം, ആലുവ എല്ലാ കാലത്തും അത് കോൺഗ്രസിന്റെ ഒരു കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ്. അൻവർ സാദത്ത് തുടർച്ചയായി ജയിക്കുന്ന സ്ഥലമാണ്. CPM-ന് വേണ്ടി AM ആരിഫ് വരുന്നു എന്നതാണ് അതിലെ ഒരു പ്രത്യേകത. MA ബ്രഹ്മരാജ് BJP-ക്ക് വേണ്ടി മത്സരിക്കും. BJP-ക്ക് വലിയ വോട്ട് ഷെയർ ഒന്നും ഉള്ള സ്ഥലമല്ല. പക്ഷേ അൻവർ സാദത്ത് കഴിഞ്ഞ തവണ മികച്ച ഭൂരിപക്ഷമാണ് ഇവിടെയും പ്രധാനം. 18,886 എന്ന ഒരു വലിയ ഭൂരിപക്ഷം. എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ കണ്ണൂരിലൊക്കെ പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടു. അത് പയ്യന്നൂരിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിന് പരിഹരിക്കാനുള്ള ഒരു നീക്കമൊന്നും നടന്നില്ല. തളിപ്പറമ്പിൽ ഒരു പരിഹരിക്കാനുള്ള നീക്കം നടന്നില്ല. പക്ഷേ എറണാകുളത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഫൈറ്റ് കൊടുക്കാൻ CPM ജില്ലാ കമ്മിറ്റി ശ്രമിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനമാണ്. കാരണം അരൂരിൽ MLA ആയിരുന്ന AM ആരിഫ് വരുന്നു എന്നുള്ളത്. എന്തായാലും ഇവർ തമ്മിൽ തന്നെയാണ് മത്സരം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഒരു ഇഞ്ചോടിച്ച് മത്സരമാക്കാനുള്ള ശ്രമം ആരിഫ് നടത്തുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ആലുവ വളരെ കാലമായി തന്നെ ആ അർത്ഥത്തിൽ ഒരു അവസരമൊക്കെ ഇടയ്ക്ക് നിലവിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അൻവർ സാദത്ത് തന്നെയാണ് മണ്ഡലത്തിൽ മുൻതൂക്കം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും AM ആരിഫ് ഒരു ഫൈറ്റ് കൊടുക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല. മന്ത്രിമണ്ഡലത്തിലേക്ക് പോട്ടെ. മന്ത്രിമണ്ഡലത്തിലേക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ വിശദമായി തന്നെ ഇത് പറഞ്ഞു പോയേക്കാം. P. രാജീവാണ് അദ്ദേഹം സിറ്റിംഗ് MLA, ഒപ്പം തന്നെ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വിജയ ഭൂരിപക്ഷം 15,336 വോട്ടാണ്. ഒപ്പം V. അബ്ദുൽ ഗഫൂർ ആണ് മുസ്ലിം ലീഗിന് വേണ്ടി കളമശ്ശേരിയിൽ വരുന്നത്. MP ബിനു ആണ് BDJS. ഇവർ 3 പേര്, ഈ BDJS-ന്റെ MP ബിനു ഒക്കെ അവിടെ എമ്മാതിരി പെർഫോമൻസ് നടത്തുമെന്നുള്ളത് കാത്തിരുന്നറിയണം. അത് വിശദമായി തന്നെ നമുക്കൊരു സ്പെഷ്യൽ അങ്ങ് പറഞ്ഞു പോകാം എന്ന് മാത്രം. അടുത്ത വിശദമായി തന്നെ കളമശ്ശേരി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി പറവൂർ പിടിക്കാം. VD സതീശന്റെ പറവൂരിലേക്ക് പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന മണ്ഡലം പറവൂർ. അദ്ദേഹത്തിന്റെ വിജയം മണ്ഡലം എന്തായാലും കഴിഞ്ഞ തവണ ഒരു മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ജയിച്ചത്. തുടർച്ചയായി അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2001 മുതൽ ആ ജയം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും 21,301 എന്ന വലിയ ഭൂരിപക്ഷം. ഇവിടെയും ശ്രദ്ധേയമാകുന്നത് നമ്മൾ എതിരാളിയായ ഒരു കരുത്തനായ ആളെ ടൈസൺ മാസ്റ്റർ വരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കയ്പമംഗലത്ത് നിന്ന് നേരെ എറണാകുളത്തേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. മുൻപ് നമ്മൾ പന്ന്യൻ രവീന്ദ്രനൊക്കെ മത്സരിച്ച സമയത്ത് ആ അർത്ഥത്തിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അതാണ് CPI ചില ഘട്ടത്തിലൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ഈ തരത്തിൽ മത്സരിക്കാൻ നിർത്തിക്കൊടുക്കുന്നത് കാണാറുണ്ട്. എന്തായാലും അത് ടൈസൺ മാസ്റ്റർക്കാണ് ഇത്തവണ ആ ഒരു യോഗം ഉണ്ടായിരിക്കുന്നത്. വത്സല പ്രസന്നകുമാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വിസ്മയം മറ്റൊരു തലത്തിലുള്ള വിസ്മയമാണ്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരൊക്കെ ഏത് പാർട്ടിയിൽ പോകുമെന്ന് എന്നോടൊരു സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു. ഈ തരത്തിൽ ആളുകൾ പോയിക്കൊണ്ടിരുന്നാൽ സാധാരണ ഒരു മനുഷ്യർക്ക് ഉണ്ടാകുന്നത് ഇവർ തമ്മിലൊന്നും ഒരു വ്യത്യാസവും ഇല്ലല്ലോ എന്ന തരത്തിലേക്ക് മാറില്ലേ എന്നൊരു സംശയം ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തായിരുന്നു അല്ലേ, ഒരു പാർട്ടിക്കൊപ്പം ഇത്രയും കാലമൊക്കെ നിന്നിട്ട് തൊട്ടടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പോകുന്നതിനപ്പുറം അവർ എങ്ങനെ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ സഹകരണം പറയുകയോ മറ്റോ ഉണ്ടാകാം. പക്ഷേ പൂർണ്ണമായി എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ വിമർശിച്ച ഒരു പ്രത്യയശാസ്ത്രത്തെ അതുപോലെ സ്വീകരിക്കാനാവുക എന്നത് കണ്ടറിയണം. എന്തായാലും വത്സല പ്രസന്നകുമാർ BJP തീർച്ചയായും ആ തലത്തിലേക്ക് രാഷ്ട്രീയം മാറിയിരിക്കുന്നു. നമ്മൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്തായാലും VD
സതീശൻ ഏതെങ്കിലും തരത്തിൽ ഇ ടി ടൈസൺ മാസ്റ്റർ ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു കാര്യം നമ്മൾ പലപ്പോഴും പറയുന്നത് കരുത്തനായ ആളുകളെ ഇട്ടുകൊണ്ട് അവരെ ആ മണ്ഡലത്തിൽ തന്നെ നിർത്തുക. നമ്മളിപ്പം പേരാവൂരിൽ സണ്ണി ജോസഫ് എവിടെയും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അത് ശൈലജ ടീച്ചറെ പോലെ ഒരാൾ വന്നതുകൊണ്ടാണ്. പക്ഷേ വി ഡി സതീശന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം വി ഡി സതീശൻ ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് സമാനമായി തന്നെ. അതെ, അതിനൊപ്പം തന്നെ പറയണം രജേഷ് വരുന്ന സമുദായ സമവാക്യങ്ങളൊക്കെ ഇപ്പം NSS-നും SNDP ഒക്കെ വോട്ട് ഷെയർ ഉള്ള സ്ഥലമാണ്. നിൽക്കുന്ന ആളുകൂടിയാണ് വി ഡി സതീശൻ. അപ്പം പിടിക്കുന്ന വോട്ടും ഈ ഭൂരിപക്ഷവും ഒക്കെ ഈ കണക്കിന് തന്നെ ഉണ്ടായിരിക്കുമോ പറവൂരിൽ എന്നുള്ളതും നമ്മൾ തീർച്ചയായും. പക്ഷേ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ ആ ജനങ്ങൾ, ആ മേഖലയിലുള്ള ജനങ്ങൾ പൂർണ്ണമായി ഒരു പിന്തുണ കൊടുക്കുന്നതൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചില അവസരങ്ങളിൽ VS അച്യുതാനന്ദനൊക്കെ പരാജയപ്പെട്ടതും നമ്മൾ കണ്ടിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. എന്തായാലും വി ഡി സതീശൻ ഒരു എഡ്ജ് ഉണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമാണ്, അദ്ദേഹം തുടർച്ചയായി ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ശരി, എങ്കിൽ നമുക്ക് ഇനി വൈപ്പിൻ പോവാം അല്ലേ? തീർച്ചയായും വൈപ്പിനിലേക്ക് പോകാം. പറവൂര് കഴിഞ്ഞ് ഇനി അടുത്തത് വൈപ്പിനിലേക്ക് വരുന്നു. ഇവിടെയും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വൈപ്പിനിൽ ഇടത് MLA തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ MLA മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു മത്സരമാണ്. ജസ്റ്റ് പറഞ്ഞു പോയാൽ MB ഷൈനി CPM-ന്റെ ഈ ജില്ലയിലെ വളരെ പ്രമുഖയായ ഒരു വനിതാ നേതാവ് ടോണി ചമ്മണി, നമുക്കറിയാം കോൺഗ്രസ് നേതാവ്. അനിത തോമസ് 2020 വേണ്ടി മത്സരിക്കുന്നു. പക്ഷേ ഇവിടെ മത്സരം എന്തായാലും ടോണി ചമ്മണിയും MB ഷൈനിയും തമ്മിൽ. നേരത്തെ KN ഉണ്ണികൃഷ്ണന്റെ മണ്ഡലമായിരുന്നു. അദ്ദേഹം 8201 വോട്ടിനാണ് വിജയിച്ചത്. അദ്ദേഹം ഇത്തവണ തൃപ്പൂണിത്തുറയിലാണ് പോകേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഭൂരിപക്ഷം നമ്മൾ അത് പറഞ്ഞു പോകണം. കാരണം ഏത് തരത്തിലും മാറി മറിയാൻ പറ്റുന്ന ഒരു ഭൂരിപക്ഷം മാത്രമാണ് വൈപ്പിനിലുള്ളത്. പക്ഷേ വൈപ്പിൻ തുടർച്ചയായി ഇടതുപക്ഷത്തോട് വിജയിച്ചു വരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. നമ്മൾ അടുത്തത് കൊച്ചിയിലേക്ക്, നഗരഹൃദയത്തിലേക്ക് പോകാം എന്ന് തോന്നുകയാണ്. കൊച്ചിയിൽ KJ മാക്സി CPM ആക്ച്വലി ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. തീർച്ചയായും അത് പറയേണ്ടത്. മുഹമ്മദ് ഷിയാസ് വരുന്നു, കോൺഗ്രസിലെ അഡ്വക്കേറ്റ് സേവ്യർ ജൂലപ്പൻ 2020 സ്ഥാനാർത്ഥിയായി വരുന്നു. പക്ഷേ അതൊരു ഈ നഗര മണ്ഡലം ആയതുകൊണ്ട് തന്നെ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഏത് തരത്തിലാണ് ഇടപെടാൻ പറ്റുക എന്ന് അറിയണം. എന്നാൽ 2020ക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. KJ മാക്സി ജയിച്ചത് 14,079 വോട്ടിനാണ്. നമ്മൾ ഷിയാസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഷിയാസ് വരുന്നു എന്നതാണ് ഒരുപക്ഷെ കൊച്ചിയെ ഇത്ര ശ്രദ്ധേയമാക്കുന്നത്. കാരണം ഷിയാസിന് വരുന്ന വിധി അതെന്താണെങ്കിലും പ്രതിപക്ഷ നേതാവിനെ ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ പിടിവാശിക്ക് വന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. മാത്രമല്ല വലിയ പിന്തുണ, പ്രതിപക്ഷ നേതാവിന്റെ വലിയ പിന്തുണയുള്ള ഒരു നേതാവാണ്. DCC അധ്യക്ഷനാണ്. എനിക്ക് തോന്നുന്നത് വളരെ ചെറിയ പ്രായത്തിൽ എറണാകുളം പോലെ ഒരു സ്ഥലത്ത് ഉള്ള തരത്തിൽ പറഞ്ഞതാണ്. വളരെ ആ ഒരു യങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എറണാകുളം പോലെ ശക്തി കേന്ദ്രമായി നിൽക്കുന്ന ഒരു നിലപാടുകളൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അദ്ദേഹം സമരത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇടപെടുന്ന കാര്യത്തിലൊക്കെ മുഹമ്മദ് ഷിയാസിന് അതിൻ്റെതായ ഒരു അദ്ദേഹത്തിന്റെ ഒരു കഴിവ് അദ്ദേഹം പ്രകടിപ്പിച്ച ഒരു നേതാവാണ്. എന്തായാലും വലിയ ഫൈറ്റ് എറണാകുളത്ത്. ഇതിന്റെ കൂടെ വേണമെങ്കിൽ പറയാം ദീപ്തി മേരി വർഗീസിന്റെ പേര് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവസാന ഘട്ടത്തിൽ ദീപ്തി തന്നെ അതിൽ നിന്ന് അവിടെ മണ്ഡലത്തിൽ സജീവവുമാണ്. ദീപ്തിക്ക് മറ്റൊരു ഓഫർ അത് പറഞ്ഞിട്ടുമുണ്ട് പാർട്ടി. എന്തായാലും അധ്യക്ഷ സ്ഥാനം അടക്കം അതെ ഭരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് സാമുദായിക സമവാക്യം കൂടി വളരെ നിർണായകമാകുന്ന ഒരു മണ്ഡലമാണ്. എന്തായാലും KJ മാക്സിയെ തന്നെ 2 തവണ ജയിച്ച നേതാവാണ്. അർത്ഥത്തിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. KJ മാക്സിയിൽ ഇത്തവണയും CPM എന്തായാലും അവരുടെ പ്രതീക്ഷ വയ്ക്കും. കൊച്ചിയിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് പോയാലോ? 8ാമത്തെ മണ്ഡലമാണ്. അതും വിശദമായി പക്ഷെ നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം എന്ന് തോന്നുകയാണ്. എന്തായാലും നേരത്തെ മത്സരിച്ച 2 പേർ, വൈപ്പിനിൽ മത്സരിച്ച 2 പേർ പോരാടുന്നു. ദീപക് ജോയ് കോൺഗ്രസിന് വേണ്ടി, KN ഉണ്ണികൃഷ്ണൻ CPM-ന് വേണ്ടി, അഞ്ജലി നായർ 2020 വേണ്ടി മത്സരിക്കുന്നു. നേരത്തെ K ബാബുവിന്റെ മണ്ഡലമായിരുന്നു. അദ്ദേഹം ജയിച്ചത് 1232. നമുക്ക് വിശദമായി നോക്കാം. എന്തായാലും അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം. യെസ്, അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റ് എങ്ങനെയാണെന്ന് ഇനി കാര്യമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് നേരെ എറണാകുളത്ത് TJ വിനോദ് നിലവിലെ MLA തന്നെ മത്സരിക്കുന്നു. സാബു ജോർജ് ISJDയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. PR ശിവശങ്കർ കൂടി വരുമ്പോൾ അതിനൊരു വലിയൊരു മുഖമുണ്ട്. കാരണം നമുക്കറിയാം BJPയുടെ ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷനായൊക്കെ നമ്മൾ ഒരു സമയത്ത് രാജീവ് ചന്ദ്രശേഖർ വരുന്ന സമയത്തൊക്കെ ശിവശങ്കറിന്റെ പേരും ആർത്ഥത്തിൽ കേട്ടിരുന്നു. പക്ഷേ എന്തായാലും അദ്ദേഹം കൂടി മത്സരരംഗത്ത് വരുന്നത് കുറച്ചുകൂടി ഒരു അവർക്കൊരു എഡ്ജ് കൊടുക്കും. പക്ഷേ അപ്പോഴും മത്സരം നടക്കുന്നത് TJ വിനോദും സാബു ജോർജും തമ്മിലാണ്. നേരത്തെ TJ വിനോദിന്റെ വിജയം 19,900. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ വോട്ട്, BJPയുടെ പ്രമുഖനായ ഒരു നേതാവ് വരുമ്പോൾ അവരുടെ വോട്ട് എത്രത്തോളം വോട്ട് പിടിക്കും എന്നത് തന്നെയാണ് ഈ മണ്ഡലത്തിൽ ശ്രദ്ധേയമായി മാറുന്നത്. ഇനി തൃക്കാക്കരയിലേക്ക് പോകാം അല്ലേ? തൃക്കാക്കര മണ്ഡലവും ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒന്നാണ്. കാരണം ഉമാ തോമസ് വീണ്ടും ജനവിധി തേടുന്നു. ഒപ്പം അഡ്വക്കേറ്റ് പുഷ്പദാസാണ് CPIM-ന് വേണ്ടി, അഖിൽ മാരാർ 2020 വേണ്ടി വരുന്നു. ഇവിടെയും ഈ ശക്തമായ മത്സരം തന്നെയുണ്ട്. 3 പേരും വിശദമായിട്ട് പരിശോധിക്കാം. പിന്നീട് കാര്യമായിട്ട് ഇഞ്ചോടിഞ്ചൽ കുറെ കൂടി കാര്യമായിട്ട് പരിശോധിക്കാം. അതുകൊണ്ട് അടുത്ത കുന്നത്ത് നാട്ടിലേക്ക് നമുക്ക് പോകണം. കുന്നത്ത് നാട് ഈ പറഞ്ഞ പോലെ ത്രികോണ പോരാട്ടം നടത്തുന്ന എന്തായാലും PV ശ്രീരഞ്ജൻ CPM-ന്റെ ഇടത് സ്വതന്ത്രനായ
നിൽക്കുന്ന ആളാണ്, ഇടതുപക്ഷത്തിനൊപ്പം പോയ ഒരാളാണ്. നമുക്കറിയാം 2715 വോട്ടിന്, വളരെ നിസ്സാരമായ ഒരു വോട്ടിന് അദ്ദേഹം ജയിച്ചു. VP സജീന്ദ്രൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. കഴിഞ്ഞ തവണയും സജീന്ദ്രൻ തന്നെയായിരുന്നു, അതിനു മുൻപ് MLA ആയിരുന്നു. ബാബു ദിവാകരൻ 2020 സ്ഥാനാർത്ഥിയായി വരുന്നു. എന്തായാലും നമുക്കിത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അടുത്ത മണ്ഡലത്തിലേക്ക്, പിറവത്തിലേക്ക് പോകാം. അനൂപ് ജേക്കബിന്റെ പിറവം. അനൂപ് ജേക്കബിന്റെ വിജയം കഴിഞ്ഞ വട്ടം 25,364 ഒരു വമ്പൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചു വന്നത്. ഇത്തവണയും അദ്ദേഹം തന്നെയാണ് കേരള കോൺഗ്രസ് വേണ്ടി UDF ജയച്ചാൽ മന്ത്രിസ്ഥാനത്തേക്ക് സിവിൽ സപ്ലൈസ് ആയിരുന്നു തോന്നുന്നത്. ഒരാൾ മാത്രമുള്ള ഒരു പാർട്ടിയാണ്, അർത്ഥത്തിൽ MLA മാത്രമുള്ള ഒരു പാർട്ടിയാണ്. എന്തായാലും സാബു കെ ജോർജ് കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി, ജിബി എബ്രഹാം അവിടെയും 2020-ക്കാണ് NDA എറണാകുളത്ത് ഒരുപാട് സീറ്റുകൾ ആ അർത്ഥത്തിൽ BJP നൽകിയിട്ടുണ്ട്. എന്തായാലും മികച്ചൊരു മത്സരം തന്നെ ഇവിടെ പ്രതീക്ഷിക്കുകയാണ്. കാരണം അനൂപിന് ഏതെങ്കിലും തരത്തിൽ ഒരു നില മാറ്റാൻ കൊടുക്കുമോ എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് സാബു അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് കേരള കോൺഗ്രസ് എം. നിലവിലെ എഡ്ജ് അനൂപ് ജേക്കബിനൊപ്പം തന്നെയാണ് മണ്ഡലത്തിൽ. ഇനിയിപ്പോ മൂവാറ്റുപുഴയിലേക്ക് പോകാം. മൂവാറ്റുപുഴയിൽ നമ്മൾ ശ്രദ്ധേയമാകുന്നത് ഭൂരിപക്ഷം കൊണ്ട് മാത്രം നമ്മൾക്ക് മൂവാറ്റുപുഴയെ വിലയിരുത്താൻ പറ്റില്ല. മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ തവണ 6,160 നിസ്സാര വോട്ടിനാണ് മാത്യു കുഴൽനാടൻ ജയിച്ചത്. പക്ഷേ ആ മാത്യു കുഴൽനാടനല്ല ഇന്നത്തെ മാത്യു കുഴൽനാടൻ എന്ന് പറയേണ്ടി വരും. കാരണം N അരുൺ CPI സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു, സണ്ണി കടുത്താഴെ 2020 സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. മാത്യു ഒരുപക്ഷെ നമ്മൾ പറയും ഏറ്റവും ശക്തനോട് നിങ്ങൾ മത്സരിക്കാൻ നിന്നാൽ നിങ്ങൾക്കും ആ ശക്തി കിട്ടുന്നതായി നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റെതായ ഒരു ഗുണം, ഒരു വളർച്ച ഉണ്ടാക്കിയ ഒരു നേതാവാണ് മാത്യു കുഴൽനാടൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് നിയമസഭയിലാകട്ടെ, കോടതി കാര്യങ്ങളിൽ, അത് നിയമ പോരാട്ടങ്ങളിലായിട്ട് മാത്യു കുഴൽനാടൻ ചില അവസരങ്ങളിൽ കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വേറെ മറ്റൊരു കാര്യം. എന്തായാലും വിഷയങ്ങൾ ഉയർത്താനും അതുമായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെയും അതിന്റെ ഒരു പാഠം ഉള്ള ഒരാളാണ് മാത്യു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും CPI അവരുടെ ഒരു യുവ നേതാവിനെ അരുണിനെ നിർത്തുന്നു. വലിയൊരു ഫൈറ്റ് കൊടുക്കാൻ പറ്റും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് അവർക്ക് കാലങ്ങളായി തന്നെ അവിടെ ഒരു എഡ്ജുള്ള ഒരു സ്ഥലം തന്നെയാണ് മൂവാറ്റുപുഴ. അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു മണ്ഡലമല്ല. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഭൂരിപക്ഷമായതുകൊണ്ട് 2020 പിടിക്കുന്ന വോട്ടും വളരെ നിർണായകമായിരിക്കും. ഇനിയിപ്പോ നേരെ അവസാനത്തെ മണ്ഡലമാണ് കോതമംഗലമാണ്. കോതമംഗലത്തിലേക്ക് വന്ന ആന്റണി ജോൺ CPIM-ന് വേണ്ടി, ഷിബു തെക്കുംപുറമാണ് കേരള കോൺഗ്രസിന് വേണ്ടി, അജി നാരായണൻ. വിജയം ആന്റണി ജോണിനായിരുന്നു. നേരത്തെ വിജയിച്ച അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. 6,605 രസകരമായ കാര്യം, പലപ്പോഴും നമ്മൾ കോതമംഗലത്തേക്ക് ഈ പ്രശ്നം, അത് വന്യജീവികളുമായി ബന്ധപ്പെട്ട പ്രശ്നമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അത് സംസ്ഥാന സർക്കാരിനെതിരെ ആയിരിക്കും ഈ ജനങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുന്നുണ്ടാവുക. കാരണം അവർ കാണുമ്പോൾ അവർക്ക് അതല്ലേ പറയാൻ പറ്റൂ. പക്ഷെ ആ സമരത്തിലും ആന്റണി ജോൺ ഉണ്ടാകും, അവർക്കൊപ്പവും നിൽക്കും. കാരണം ആ ആളുകളെ ഒപ്പം കൂട്ടുക, അല്ലെങ്കിൽ അതില്ലെങ്കിൽ കോതമംഗലത്ത് ഇങ്ങനെ തുടർച്ചയായി ജയിക്കാനും പറ്റില്ല. CPM-ന് എന്തായാലും ആ തരത്തിൽ ജയിക്കാനും പറ്റില്ല. എന്തായാലും ആന്റണി ജോണിൽ ഇത്തവണയും CPM പ്രതീക്ഷ വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്, ഇടപെടുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് പൊതുചിത്രം. ഒരു നിലവിലെ എറണാകുളം ജില്ലയുടെ മണ്ഡലങ്ങളുടെ ഒരു പൊതുചിത്രമൊക്കെ പരിശോധിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ